ഹലോ എവരിവൺ, വെൽക്കം ടു സ്റ്റഡി ഗൈഡ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് റൈറ്ററായ ഗീതെ മോപ്പസങ് എഴുതിയ എ പീസ് ഓഫ് സ്ട്രിങ് എന്ന ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറിയാണ്. എ പീസ് ഓഫ് സ്ട്രിങ് എന്ന ഈ ഒരു ചെറുകഥ ഒരു ചെറിയ ഫ്രഞ്ച് ഗ്രാമത്തിലാണ് നടക്കുന്നത്. ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഹോച്ച്കോൺ. അയാളൊരു ദരിദ്രനായ നോർമൻ കർഷകനാണ്. അയാൾ നല്ല എളിമയുള്ളവനും വളരെ ചിലവ് ചുരുക്കി കാര്യങ്ങൾ ചെയ്യുന്നവനും അഭിമാനമുള്ളവനുമാണ്. ഒരു ലളിതമായ തെറ്റിദ്ധാരണയാൽ അയാളുടെ ജീവിതം കീഴ്മേൽ മറിയുന്നു. അതിനെക്കുറിച്ചാണ് ഈ സ്റ്റോറി പറയുന്നത്. ഈ സ്റ്റോറി തുടങ്ങുന്നത് ഗോർഡർ വില്ലയിലെ ഒരു മാർക്കറ്റ് ദിനത്തിലാണ്. ചന്ത ദിവസമായതിനാൽ കർഷകരും അവരുടെ ഭാര്യമാരും പട്ടണത്തിലേക്ക് വരികയായിരുന്നു. ആ ദിവസം അവർ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. ഹോച്ച്കോൺ ഗോർഡർ വില്ലയിൽ എത്തിയിരുന്നു. അദ്ദേഹം പൊതു സ്ക്വയറിലേക്ക് നടക്കുകയായിരുന്നു. ഉപയോഗപ്രദമായ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് സംരക്ഷിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഹോച്ച്കോൺ. അപ്പോഴാണ് നിലത്തൊരു നൂൽ കഷ്ണം കിടക്കുന്നത് കാണുന്നത്. അയാൾ നിലത്ത് കിടക്കുന്ന ആ ചെറിയ നൂൽ കഷ്ണം എടുക്കാൻ കുനിഞ്ഞു. നിർഭാഗ്യവശാൽ പഴയ ശത്രുവായ മലാൻഡെയിൻ എന്ന ആളാണ് ആ പ്രവൃത്തിക്ക് സാക്ഷ്യം വഹിക്കുന്നത്. മലാൻഡെയിൻ ഒരു ഹാർനസ് മേക്കറാണ്. അയാളും ഹോച്ച്കോമും തമ്മിൽ പരസ്പരം മോശമായാണ് പെരുമാറിയിരുന്നത്. തൻ്റെ ശത്രു തന്നെ താൻ നൂൽത്തണ്ടെടുക്കുന്നത് കാണേണ്ടി വന്നതിനാൽ ഹോച്ച്കോമിന് നാണക്കേട് തോന്നി. അയാൾ ആ നൂൽ കഷ്ണം തൻ്റെ പോക്കറ്റിൽ ഒളിപ്പിച്ചു. എന്നിട്ട് മറ്റെന്തോ നിലത്ത് നോക്കുന്നത് പോലെ നടിച്ചു. പിന്നെ അയാൾ മാർക്കറ്റിലേക്ക് പോയി. അന്ന് തന്നെ ഒരു പേഴ്സ് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള അറിയിപ്പ് വന്നു. രാവിലെ 9-നും 10 മണിക്കുമിടയിൽ 500 ഫ്രാങ്കുകളും ചില ബിസിനസ് പേപ്പറുകളും അടങ്ങിയ ഒരു കറുത്ത തുകൽ പേഴ്സ് നഷ്ടപ്പെട്ടുവെന്നും അത് കണ്ടെത്തുന്നയാൾ പെട്ടെന്ന് തന്നെ മേയറുടെ ഓഫീസിലേക്ക് തിരികെ നൽകാൻ അഭ്യർത്ഥിക്കുന്നുവെന്നും അത് തിരികെ കൊടുക്കുന്നയാൾക്ക് 20 ഫ്രാങ്ക് പ്രതിഫലം ലഭിക്കുമെന്നും ആ അറിയിപ്പിലുണ്ടായിരുന്നു. പിന്നീട് മലാൻഡെയിൻ ഹോച്ച്കോമിനെതിരെ തെറ്റായ പ്രചരണം നടത്തുകയും അയാൾ മറ്റെന്തോ വലുത് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പരുത്തുകയും ചെയ്യുന്നു. ഹോച്ച്കോമിനെ മേയറുടെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു. അവിടെ ആഡംബര സ്വഭാവമുള്ള മേയർ ഹോച്ച്കോമിനെ കർശനമായി ചോദ്യം ചെയ്യുന്നു. തൻ്റെ നിരപരാധിത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനായി താൻ ഒരു കഷ്ണം നൂൽ മാത്രമേ എടുത്തിട്ടുള്ളൂവെന്നും അത് മേയറെ കാണിച്ചിട്ടുണ്ടെന്നും ഹോച്ച്കോം വിശദീകരിക്കാൻ ശ്രമിച്ചു. എന്നിരുന്നാലും മേയർ അത് വിശ്വസിക്കുന്നില്ല. നല്ല മാന്യമായ വസ്ത്രം ധരിച്ചു വന്ന മലാൻഡെയിൻ ഹോച്ച്കോം കള്ളനാണെന്ന് തറപ്പിച്ചു പറയുകയും അയാൾ പേഴ്സ് എടുക്കുന്നത് താൻ കണ്ടിട്ടുണ്ടെന്ന് മലാൻഡെയിൻ തറപ്പിച്ചു പറയുന്നു. മേയർ ഓഫീസിൽ അന്വേഷിച്ചപ്പോഴും അവർക്കാർക്കും ഹോച്ച്കോമിനെ കുറിച്ചൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ മേയർ അയാളെ വിട്ടയച്ചു. പക്ഷേ അപ്പോഴും ഗ്രാമവാസികൾ അയാളെ സംശയത്തിൻ്റെ കണ്ണോടുകൂടി നോക്കി. ആരും അയാളെ വിശ്വസിച്ചില്ല. ഹോച്ച്കോമിന് ചുറ്റും ഗ്രാമവാസികൾ തടിച്ചുകൂടി. എല്ലാവരും അയാളോട് വിശദീകരണം ആവശ്യപ്പെട്ടു. അയാൾ തൻ്റെ നിരപരാധിത്വത്തെക്കുറിച്ച് അവരോട് വിശദീകരിച്ചപ്പോൾ അവർ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തു. അടുത്ത ദിവസം ആ പേഴ്സ് കണ്ടെത്തി മറ്റൊരാൾ തിരിച്ചു നൽകുന്നു. എന്നിട്ടും ആളുകൾ അയാളെ കള്ളൻ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. കേൾക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ഹോച്ച്കോം തൻ്റെ നിരപരാധിത്വത്തിൻ്റെ കഥ പറഞ്ഞു കൊടുത്തു. താനൊരു നൂൽ കഷ്ണം മാത്രമേ അവിടെ നിന്ന് എടുത്തിട്ടുള്ളെന്ന് ആവർത്തിച്ചു പറഞ്ഞു. പക്ഷേ അവരെല്ലാം അയാളുടെ വിശദീകരണങ്ങൾ കേട്ട് ചിരിക്കുകയും അവ നുണകളോ ഒഴിവുകഴിവുകളോ ആയി തള്ളിക്കളയുകയും ചെയ്തു. ഹോച്ച്കോം തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടു. പക്ഷേ അയാൾക്കത് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഹോച്ച്കോം തൻ്റെ നിരപരാധിത്വത്തിൻ്റെ കഥ ആരോടൊക്കെ പറയുന്നുവോ അവരെല്ലാം അയാളെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തു. അങ്ങനെ ആവർത്തിച്ചുള്ള ആരോപണങ്ങളിലൂടെയും പരിഹാസങ്ങളിലൂടെയും ഗ്രാമവാസികൾ ഹോച്ച്കോമിനെ നിരാശയിലേക്ക് തള്ളിവിടുന്നു. സംശയത്തിൻ്റെ ഭാരം അയാളെ തകർക്കുന്നു. ഒടുവിൽ അയാൾ രോഗബാധിതനാകുകയും മരിക്കുകയും ചെയ്യുന്നു. അവസാനം അയാൾ മരണപ്പെടുമ്പോൾ പോലും ആ നൂൽകഷ്ണത്തിൻ്റെ കഥ പിറുപിറുക്കുന്നു. ഗോസിപ്പിൻ്റെയും തെറ്റിദ്ധാരണയുടെയും മുൻവിധിയുടെയും ഇരയായി അയാൾ മരിക്കുന്നു. ഈ കഥയിൽ ഹോച്ച്കോം നിരപരാധിത്വത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും പ്രതീകമാണെങ്കിൽ മലാൻഡെയിൻ അസൂയയുടെയും ദുഷ്പ്രവൃത്തിയുടെയും പ്രതീകമാണ്. ഇവരിലൂടെയാണ് റൈറ്റർ സംശയവും ഗോസിപ്പും എങ്ങനെയാണ് നീതിയെ മറികടക്കുന്നുവെന്നും സാമൂഹ്യ വിധിയെഴുത്ത് എത്രത്തോളം ക്രൂരമാകാമെന്നും കാണിച്ചു തരുന്നത്.
ഈ സ്റ്റോറി സമൂഹത്തിലെ അനീതി, നുണ, ഗോസിപ്പ്, മനുഷ്യൻ്റെ ക്രൂരത തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചുള്ളതാണ്.